അപ്പൊ ഇതെന്താ ബേബിയുടെ മൊത്തം ഇത്ര സന്തോഷം എന്നറിയാവാം ലുലു വന്നത്. അവളുടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണ് ലുലു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഊണിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഊണ് കഴിച്ച് നമുക്കങ്ങനെ പാരഗൺ ഹോട്ടൽ, നമ്മുടെ ലുലുവിലുള്ള പാരഗൺ ഹോട്ടലിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ നമ്മുടെ ഫാഷൻ സ്റ്റോറിൻ്റെ അവിടെ നോക്കിയിട്ട് അവിടെ ഭയങ്കര തിരക്കും ഭയങ്കര ക്യൂവും. അപ്പോഴത്തേക്ക് ഞങ്ങൾ തന്ന ഫൺ ടൂറിൻ്റെ അവിടെ കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഒരു ഫിഷ് കറി മീൽസാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെമ്മീൻ ഫ്രൈയും നമ്മുടെ ചിക്കൻ 65 ഓർഡർ ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ ഊണ് ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങൾ ഓർത്തില്ല ഇത്രയും കറി കാണുമെന്ന്. ഇഷ്ടം പോലെ കറി ഉണ്ടായിരുന്നു. അതായത് തുടങ്ങുവാണെങ്കിൽ നമ്മുടെ കൊണ്ടാട്ടത്തിൻ്റെ കൂടെ കപ്പ വറുത്തതുണ്ടായിരുന്നു. ഈ കോമ്പറ്റീഷൻ ഞാൻ ആദ്യമായിട്ട് ഈ സദ്യയുടെ സമയത്ത് ഉപ്പേരിയായിരുന്നു എനിക്ക് ആ സെറ്റപ്പ് എന്ന് തോന്നുന്നു. അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങായിട്ട മീൻ കറി, പിന്നെ നമ്മുടെ രസം, സാമ്പാർ, മീൻ മുളക് കറി, മോര് കറി, എന്തായിരുന്നു ബീട്രൂട്ട്, കോവയ്ക്ക തോരൻ, പച്ചക്ക മെഴുക്ക് പുരട്ടിയത്, പിന്നെ തൈര്, പായസം. ഇത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. ലോട്ട്സ് ഓഫ് കറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫിഷ് കറി മീൽസിൻ്റെ അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 230 റുപ്പീസ് ആട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല, അത് അച്ചാറും ഉണ്ടായിരുന്നു, പുളിമുളകും, എൻ്റെ ഫേവറേറ്റ് പുളിമുളകും. സോ അതൊക്കെ ഉണ്ടായിരുന്നു. സോ അടിപൊളി മീൽസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഒരു സൈഡിൽ നിന്ന് തുടങ്ങി. കണ്ടോ, ഇത് ഭയങ്കര ജ്യൂസി ആട്ടോ. അത് എന്താ പറയുക, നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ പൊരിച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയ ഇങ്ങനെ റബ്ബറൊക്കെ പോലെ വരും. പക്ഷെ ഇത് പെർഫെക്റ്റ്. ആ ഒരു ടൈമിൽ തന്നെ അവർ കുക്ക് ചെയ്തെടുത്ത് സൂപ്പറായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാനും അയൻ ബേബിയായിട്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞൊക്കെ ഇരുന്ന്. ഞങ്ങൾ നോർമലി പാരഗണിലെ ബിരിയാണി ഫാൻസ് ആയിരുന്നു. അപ്പോൾ ഇത്തവണ ഊണ് കഴിച്ചു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പറായിരുന്നേ. അയൻ ബേബിയുടെ പൊരിഞ്ഞ ഗെയിം കളിയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫൺ ടൂറിൽ പോയി ഗെയിം കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സാധനം കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. സ്വന്തമായിട്ട് കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കി തരുന്നൊരു മെഷീൻ. അപ്പോൾ 2 മിനിറ്റ് മതി. ഒരു കോട്ടൺ ക്യാൻഡിക്ക് 200 റുപ്പീസാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏത് മോഡലാണ് വേണ്ടത് ആ മോഡൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ആ മോഡൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി തരും. അപ്പം ഞങ്ങൾ ഒരു നടുക്കൊരു പിങ്ക് ഹാർട്ട് വരുന്ന ഒരു മോഡലാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. സോ മെഷീൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നു. ഞങ്ങളുടെ സാധനം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അവിടെ റെഡിയായി കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് വരും. ഇത് നമുക്ക് നല്ല രസമുണ്ടല്ലേ. ഞാനിത് കൊറിയൻ സീരീസിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ലുലു വിശേഷങ്ങൾ